ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങളെ ലേറ്റസ്റ്റ് കിഡ്സാണ് ആ ജനറേഷനിൽ വരുന്ന ഫിലിം പോലെയാണ്. ഡ്യാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡ്യാൻ കുറച്ച് അടി വെച്ചിട്ടുണ്ട്. ഡ്യാൻ പ്രയാഗനുള്ള കോമ്പിനേഷനാണ്. ബുള്ളറ്റിനെ സ്നേഹിക്കണം. ചില ആൾക്കാർക്ക് കാറിനോട് മറ്റും ഭയങ്കര ക്രേസായി അതിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ജീവിതമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണേ പടം. മീഡിയ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. കാരണം ഇത് നല്ല സിനിമയാണ്. റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. അൽത്താഫിൻ്റെ കോമഡി നല്ലതാണ്. ഫീൽ ഗുഡും ആണ്. അതിൻ്റെ ഒപ്പം തന്നെ റൊമാൻസും സെൻറ്റിമെൻറ്റ്സ് കോമഡി എല്ലാം ഉണ്ട്. ലാഗ് ഒട്ടുമില്ല. നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാവുന്ന മൂവിയാണ്. പിന്നെ പ്രദീപ് കോട്ടയുടെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ്. പുള്ളി ജീവനോട് മരിച്ചുപോയി. പുള്ളിയുടെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ്. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. ഇത് മീഡിയ എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ ഇറക്കിയ ഒരു സമയത്തിൻ്റെ പ്രശ്നമാണ്. നന്നായി ഓടേണ്ട ഒരു മൂവിയാണ്. ഒരുപാട് നാളായി ഇങ്ങനെ ഒരു ഹാർട്ട് ടച്ചിങ് മൂവി കണ്ടിട്ട്. വണ്ടിയെ സ്നേഹിക്കണം. പിന്നെ ഒരുപാട് ബന്ധം കാണിക്കുന്നുണ്ട്. വണ്ടിയെ സ്നേഹിക്കുന്ന വീട്ടിൽ വേറെ ഉള്ള കാരണവും നമുക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന പടമാണ്. ഫാമിലിക്കും ഇഷ്ടപ്പെടും, യൂത്തിനും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും പോയി കാണേണ്ട മൂവിയാണ്. ഇപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ 3 വലിയ റിലീസുകളാണ്. മാക്സിമം ആൾക്കാർ പോയി കാണണം. OTT എന്തെങ്കിലും നന്നായിട്ട് പോകുന്ന ഉറപ്പാണ്. ഇറ്റ്സ് എ ഫാമിലി മൂവി. അധികം പ്രൊമോഷനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഇത് കണ്ട ആരും ഒരു മോശം സിനിമയൊന്നും പറയില്ല. നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കര ഹാർട്ട് കൊണ്ട് ഭയങ്കര ഫീൽ ഗുഡായിട്ട് ഫീൽ ചെയ്തായിരുന്നു അഭിനയിക്കാൻ നേരത്ത്. എനിവേ താങ്ക് യു സോ മച്ച്. ബുള്ളറ്റ് ഡയറീസ് ഈസ് ദെയർ ഓൺ. ഇഷ്ടമാണ്. ഒരു പടം കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് എ ഗുഡ് ഫാമിലി മൂവി. ഭയങ്കര വലിയ സംഭവമൊന്നും പറയുന്നില്ല. പക്ഷേ ഏതൊരു ഫാമിലിക്കും ധൈര്യമായിട്ട് വന്നിരുന്ന് കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാം. ഒരു കണക്ഷനാണ്. ഇറ്റ്സ് ബൈക്ക് ആൻഡ് ഈ ഒരു ജനറേഷനിലെ പിള്ളേരും എത്രത്തോളം അതുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നുള്ളതും പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫാമിലി മൂവി. ഏതാ വണ്ടികളെ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇത് കണക്റ്റ് ആവും ഈ സിനിമ കുറച്ചും കൂടി. നിങ്ങൾ ബുള്ളറ്റ് ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കുറച്ച് ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന നിമിഷങ്ങൾ ഈ സിനിമയിൽ സീൻസിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് ബുള്ളറ്റ് സിനിമ, അതായത് പേര് പോലെ തന്നെ ഏതൊരു ബുള്ളറ്റ് പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം. ബുള്ളറ്റ് പ്രേമി എന്നാവണമെന്നില്ല. അത് ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, അത് ബൈക്ക് സ്വന്തം ജീവനെ പോലെ കരുതുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അത് ബൈക്ക് കാണാതെ പോവുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ പടം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെ വിഷ്വൽസ് ആയാലും നല്ല കിടിലം തന്നെയാണ്. പിന്നെ വിഷ്വൽസും അതേപോലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഉള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പാട്ടുകൾ 2 നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കൊള്ളാം. ഫീൽ ഗുഡ് മൂവി. അതായത് തിയേറ്ററിൽ ഇരുന്ന് കാണാം. അത് ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കാണാവുന്ന ഒരു പടമാണ് ഈ ബുള്ളറ്റ്. ഒരു ജോണർ കൂടി പറ്റുന്ന ഒരു പടമാണ്. ഒരു ഫീൽ ഗുഡ് പോലത്തെ ഒരു ചെറിയ പടം. ഇഷ്ടപ്പെട്ട കൂടുതൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു ബുള്ളറ്റും അങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അന്ന് എക്സ്പീരിയൻസ് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുന്നൊരു മൂവി ആയിരിക്കും. നല്ല അടിപൊളി പടം. മൊത്തത്തിൽ കൊള്ളാം. നല്ല മൂവിയാണ്. നല്ല സിനിമ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ബോയ്സിനും ഗേൾസിനും ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്. നല്ലൊരു ഫിലിമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള അമ്മയുടെ ഒരു ഫീല്, അമ്മനോടുള്ള ഒരു ഫീല്, അവൻ്റെ ആക്ടിങ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ ധ്യാൻ്റെ ആക്ടിങ് ഡിഫറെൻ്റായിട്ട് തോന്നി. സാധാരണ സിനിമയിൽ നിന്ന് കാണുന്നതിൽ ഒരു ഡിഫറെൻ്റായിട്ട് തോന്നി. സ്റ്റോറി വൈസിൽ നല്ല, കാരണം സാധാരണ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം കാണുന്ന പോലെ നമുക്ക് ഇതാക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഇത് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ വരുന്നുണ്ട്. സാധാരണ ബിഗ് ബഡ്ജറ്റ് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെ ബേസ് വെച്ചിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ സൈഡാണെങ്കിലും സന്തോഷ് മണ്ടൂരിൻ്റെ ഇതിലാണെങ്കിലും അതുപോലെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട്. നല്ല ഫീൽ കിട്ടുന്നൊരു ഇതാണ്. അതിൽ ലൊക്കേഷൻസ് അത് കാര്യങ്ങളെല്ലാം കാണുമ്പം നമുക്ക് നല്ല കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. നന്നായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എല്ലാവർക്കും ഒരു നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട് ഈ ഫിലിമിൽ. അത് നല്ല എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.